ഭൂമിയിൽ 70% വെള്ളമാണ്. അതായത് കരയേക്കാൾ കൂടുതൽ ആണ് കടൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കടലിലെ വെള്ളമൊക്കെ വറ്റുമോ? ഭൂരിഭാഗം ആളുകളുടെയും മറുപടി ഇല്ല എന്ന് തന്നെയായിരിക്കും. പക്ഷേ അതിനുള്ള ഉത്തരം കടലിലെ വെള്ളം വറ്റും എന്നാണ്. കാരണം ഒരു കടലിലെ വെള്ളം പൂർണ്ണമായും വറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു കടലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ അത് വിശ്വസിച്ചേക്കില്ല. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഉൾനാടൻ കടലുകളിൽ 4ാമത്തെ വലിയ തടാകമായിരുന്നു അരാൽ കടൽ. കസാക്കിസ്ഥാന്റെയും ഉസ്ബെക്കിസ്ഥാന്റെയും അതിർത്തികളിൽ വ്യാപിച്ചു കിടക്കുന്ന മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഒരു ജലാശയമായിരുന്നു അരാൽ കടൽ. ഏകദേശം 68,000 സ്ക്വയർ കിലോമീറ്ററിലധികം വിസ്തീർണമുണ്ടായിരുന്ന കടൽ. എന്നാൽ ഇന്ന് അരാൽ കടൽ ഏകദേശം പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നു. എങ്ങനെ അരാൽ കടൽ അപ്രത്യക്ഷമായി എന്നതിനെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടന്നു. ഒടുവിൽ നാസയുടെ എർത്ത് ഒബ്സർവേറ്ററി വഴിയാണ് ഈ സംഭവത്തിന് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തിയത്. 1960കളിൽ സോവിയറ്റ് യൂണിയൻ ഉസ്ബെക്കിസ്ഥാനിലെയും ഖസാക്കിസ്ഥാനിലെയും മരുഭൂമി പ്രദേശങ്ങളിൽ പരുത്തിയും നെല്ലും ഉൽപ്പാദിപ്പിക്കുന്നതിന് ജലസേചനം നടത്താനുള്ള ഒരു വലിയ പദ്ധതി ആരംഭിച്ചു. ഇതിനു വേണ്ടി കടലിലേക്ക് വെള്ളമെത്തുന്ന അമുദര്യ, സിർദര്യ എന്നിവയുൾപ്പെടെയുള്ള നദികളെ വഴിതിരിച്ചുവിടുകയുണ്ടായി. പതിയെ അരാൽ കടലിലേക്കൊഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു. കടലിന്റെ വലുപ്പം പതിയെ കുറഞ്ഞു തുടങ്ങി. കടലിന്റെ യഥാർത്ഥ അളവിന്റെ 75% വെള്ളവും കുറഞ്ഞിരുന്നു. 1990കളോടെ കടൽ 2 ചെറിയ തടാകങ്ങളായി പിരിഞ്ഞു. വടക്കൻ അരൽ കടലും തെക്കൻ ആറൽ കടലും. തെക്കൻ ആറൽ കടൽ ഏതാണ്ട് പൂർണ്ണമായും വറ്റിവരണ്ടിരുന്നു. ഈ കടലിന്റെ നിർജ്ജലീകരണത്തിൽ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായി. കടലിനു ചുറ്റുമുണ്ടായിരുന്ന ജീവജാലങ്ങൾ നശിച്ചു. വിഷാംശമുള്ള പൊടിയും ഉപ്പ് കൊടുങ്കാറ്റും കാരണം പ്രാദേശിക സമൂഹങ്ങൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. മത്സ്യസമ്പത്ത് കുത്തനെ കുറഞ്ഞു. അരാൽ കടലിനെ ആശ്രയിച്ചിരുന്നവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു. കടലിൽ നങ്കൂരമിട്ടിരുന്ന കപ്പലുകൾ വെള്ളമില്ലാത്തതിനാൽ അടിതട്ടി നിന്നു. പതിയെ പതിയെ അവിടം ഒരു മരുഭൂമിയായി രൂപാന്തരപ്പെടുകയായിരുന്നു. വടക്കൻ ആറൽ കടൽ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ തെക്കൻ ആറൽ കടൽ ഒരു തരിശും വിജനവുമായ ഭൂപ്രകൃതിയായി തുടരുന്നു.